ഈ ക്യാമറയുടെ ഈ മുകളിലായിട്ട് ഇതുണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് 2 സ്ക്രൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറിയത് ഇതേപോലെയുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇത് പയ്യെ അങ്ങോട്ട് അഴിച്ചെടുക്കുക. അപ്പോൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ സ്ക്രൂ ഡ്രൈവർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അത് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടുന്ന് ഇത് സ്ക്രൂ നമുക്ക് ഒരിക്കലും പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. സ്ക്രൂ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ ഇങ്ങനെ പയ്യെ നഖം കൊണ്ട് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ അങ്ങോട്ട് അഴിഞ്ഞു വരും. കണ്ടോ ഈ സ്ക്രൂ ചാടി പോകത്തൊന്നുമില്ല കേട്ടോ, ഇതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഈ സിമ്മ് നമ്മുടെ നേരെ തിരിച്ച് പിടിക്കുക. ഈ പേര് എഴുതിയേക്കുന്ന ഭാഗമില്ലേ അത് നമ്മുടെ നേരെ തിരിച്ച് പിടിക്കുക. ഈ ഒരു വെട്ടുപാട് അത് താഴേക്കാക്കി പിടിക്കുക കേട്ടോ ഇങ്ങനെ. എന്നിട്ട് ഈ ഒരു പോർഷൻ നേരെ അപ്പുറത്തേക്ക് ഇത് കണ്ടോ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് ഇടുക. ഇതുണ്ടോ ഇങ്ങനെ പയ്യെ അങ്ങോട്ട് വയ്ക്കുക. കേട്ടോ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി താഴേക്ക് നമ്മൾ താത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ ലോക്കിൽ വന്ന് വീഴും. അല്ലെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് അകത്തേക്ക് കയറി പോകത്തില്ല. പിന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് തിരിച്ചെടുക്കാനും പറ്റത്തില്ല. ഇതേപോലെ തന്നെ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ ഈ ഒരു പോർഷൻ നമ്മുടെ നേരെ തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. കണ്ടോ അതിനുശേഷം ദേ ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ച് അടച്ചു വെക്കുക. സ്ക്രൂ അതേപോലെ തന്നെ മുറുക്കി കൊടുക്കുക. സ്ക്രൂ മുറുക്കുന്ന സമയത്ത് ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കാർഡിൽ ചിലപ്പോൾ റെക്കോർഡ് ആകാതെ പോയേക്കാം. ഒരുപാടങ്ങ് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.